അറബിക് ഷോർബ. ഷോർബ എന്ന് പറഞ്ഞാൽ അറബിക്കിൽ സൂപ്പ് എന്നാണ് അർത്ഥം. ഈ ഒരു സൂപ്പ് വളരെ ബാലൻസ്ഡും ഹെൽത്തിയുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് മീൽ തന്നെയാണ്. വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഈ സൂപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു 500 ഗ്രാം എല്ലോട് കൂടിയ ചിക്കൻ എടുത്തിട്ട് അതിലൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് ഒരു 3 വിസിലിന് നമുക്ക് അത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ പീസസ് മാറ്റിയിട്ട് ആ എല്ലിന്ന് ആ ഇറച്ചികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം. ഇനി വലിയൊരു പോട്ട് എടുത്തിട്ട് നമ്മൾ ചിക്കൻ വേവിച്ചപ്പം കിട്ടിയ ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിക്കുക. അതോടൊപ്പം തന്നെ മുറിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ്റെ കഷ്ണങ്ങളും അതിൽ ചേർക്കുക. ഇതിലിടുന്ന പച്ചക്കറികളൊക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളുള്ളി, ഒരു വലിയ ഉള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഇത്രയും സാധനങ്ങൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞത് നമുക്ക് ഈ സ്റ്റോക്കിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ 2 ചിക്കൻ ക്യൂബ്സ് ഇടുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 4 ഗ്രാമ്പൂ, 1 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം പട്ട. ഇതൊന്ന് ഇട്ട് തിളച്ച് തുടങ്ങിയതിന് ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് ഓട്സ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ് എടുത്തത്. അപ്പോൾ ഈ ഓട്സ് ചേർക്കുന്നതോടെയാണ് ഇതൊരു കംപ്ലീറ്റ് മീലായി മാറുന്നത്. ഇനി ഞാനിതിൽ 1 ടീസ്പൂൺ ലൈം ജ്യൂസ് ചേർക്കേണ്ട, അത് ഓപ്ഷണലാണ്. അതോടൊപ്പം ഒരു 1/2 ടീസ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതിപ്പോൾ നല്ല പാകത്തിന് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ചൂടോടെ സെർവ് ചെയ്യാം. ചിക്കൻ ക്യൂബ്സ് ഇട്ട കാരണം കൂടുതൽ ഉപ്പ് ആവശ്യം ഉണ്ടാവില്ല. എങ്കിലും ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് വേണമെങ്കിലോ അല്ലെങ്കിൽ കുരുമുളക് വേണമെങ്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് തണുത്ത് കഴിയുമ്പം കുറച്ച് തിക്കാവും. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.